പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാൽത്താറയിൽ നടന്ന 10,000 ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ, ഇന്ന് ഈ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ, ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുന്ന അളിച്ചത് കർത്താവെ, ആ മക്കളുടെ മേലെല്ലാം സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത ചൈതന്യം ഉണ്ടാകാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ, ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ, അവർ ചെന്ന് ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഹോസ്റ്റലിൽ നിന്നും അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും ഓരോരോ കാര്യത്തിനായി ഇന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടപെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ഒപ്പിടുന്ന കടലാസ് സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് സംസാരിക്കുന്ന സംസാരത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നീ തന്നെയായിരിക്കണേ കർത്താവ് മൂന്നാമതൊരാളായിട്ട് അവിടെ നിൽക്കേണ്ടത്. നിന്നെ ഒരു മണ്ണുകളുടെ ഇടയിലെ ഒരു മനുഷ്യൻ കർത്താവ്, നീ ഇന്ന് വിജയശീലാളതിനെ തിരിച്ച് നിൻ്റെ ഭവനത്തിലേക്ക് നീ തിരിച്ചു വരും. നിൻ്റെ ശത്രുക്കൾ നിനക്ക് മുമ്പിൽ നിഷ്പ്രഭമായി പോകുന്നതിന് കർത്താവിൻ്റെ ആത്മാവ് നിന്നെ പ്രവർത്തിക്കാൻ മാതാവിൻ്റെ മധ്യസ്ഥം ഞാൻ നിനക്കുണ്ടാവും. Lord Jesus Christ, pour out His Spirit, touch with the fire of finger, soak with the precious blood and authority of the Catholic Church. കർത്താവ്, ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവർ, ശരീരത്തിൻ്റെ സ്രാവങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് രോഗം കണ്ടുപിടിക്കാൻ പോകുന്നവർ, അവർ സുബോധർക്കമായ സന്ദേശം കിട്ടിക്കൊണ്ട് ദൈവത്തിന് മഹത്വപ്പെടുത്തുന്ന ഇടയാക്കണമേ കർത്താവേ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out His Spirit, touch with the fire of finger, soak with the precious blood. ഈ രണ്ട് ഉടമസ്ഥരെ ഞാൻ അവതരിപ്പിച്ചായിരുന്നു ഈ ദിവസങ്ങളിൽ, ഈ സമയത്ത്. എന്തൊക്കെയാണ്? ഒന്ന് യേശു, ഒന്ന് ജോബും. ജോബിനോട് പറഞ്ഞു, നീ എൻ്റെ ദാസനെ കണ്ടോ? ദൈവം അവൻ്റെ ഓണർഷിപ്പ് ടേക്കപ്പ് ചെയ്തിരിക്കുകയാണ്. യേശുവിനും അങ്ങനെ തന്നെയാണ്. ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇത് രണ്ടും ഒരേ ടൈപ്പ് മനുഷ്യരാണ് ശരിക്കും. അതായത് ദൈവപിതാവിന് അംഗീകരിക്കാൻ പറ്റിയ ആൾക്കാർ, ഉടമസ്ഥതയുള്ള ദൈവത്തിൻ്റെ ഉടമസ്ഥത അംഗീകരിക്കുന്ന കാരണം ഇവർ രണ്ടുപേരും, ജോബും അതുപോലെ തന്നെ ഈശോയും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വരും. ദൈവം ഓണർഷിപ്പ് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ചില ആൾക്കാർ സമ്മതിക്കത്തില്ല, ഓണർഷിപ്പ് സമ്മതിക്കില്ല. അപ്പം ദൈവത്തിനൊക്കെ ഇഷ്ടമാണ്. ദൈവത്തിനോട് ഇനി പ്രാർത്ഥന വേണേൽ പ്രാർത്ഥന കൊടുക്കാം, വെടി വേണേൽ പെടി കൊടുക്കാം, പുക വേണേൽ പുക കൊടുക്കാം, പൂ വേണേൽ പൂ കൊടുക്കാം, തിരി വേണേൽ തിരി കൊടുക്കാം. എന്നിട്ട് ദൈവത്തിന് അടിച്ചു മാറ്റാവുന്ന ഇങ്ങനെ വിദ്യാധാരണയിൽ ഇങ്ങനെ ഭക്തജീവികൾ ഇങ്ങനെ നടക്കുകയും ചെയ്യും. പക്ഷെ ഒരിക്കലും ദൈവത്തിൻ്റെ ആ സമാനത ഓണർഷിപ്പിലേക്ക് വരത്തില്ല. ഓണർഷിപ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ട, ഈ ഷിഫ്റ്റിംഗ് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണം. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും വിഡ്ഢിയാനും ബുദ്ധിമാനെന്ന് പറയണത്. ബുദ്ധിമാനായ മനുഷ്യനെന്ന് പറയും. ബുദ്ധിമാനായ എന്താണ്? അതായത് ദൈവത്തിൻ്റെ ഓണർഷിപ്പ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിയുണ്ട്. തന്ത്രപരമായ ബുദ്ധിയാണത് ശരിക്കും പറഞ്ഞാൽ. ഈ ബുദ്ധിയോടുകൂടി കർത്താവ് ഓണർഷിപ്പ് അംഗീകരിച്ച് പ്രിയപുത്രനാണെന്ന് പറഞ്ഞാലും ഇത് മനസ്സിൽ ഏറ്റുകൊണ്ടാണ് ഈ പ്രിയപുത്രൻ എന്നുള്ള സ്റ്റാറ്റസിന് ആ പ്രലോഭനം വരുന്നത് അവിടെ വെച്ചാണ്. ഈ പ്രിയപുത്രൻ എന്നുള്ള സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിയുമ്പോഴാണ് പിന്നെ പ്രലോഭനങ്ങൾ തുടങ്ങണത്. എന്താണ് പ്രലോഭനത്തിൽ പറയണത്? എന്താണ് ഈശോയുടെ പ്രലോഭനങ്ങളിൽ ഒന്നാമത്തെ പ്രലോഭനം എന്താണ്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 4:3. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ. കണ്ടാ, ഈശോയോട് എന്താ, ഇവൻ ദൈവപുത്രനാണെന്നല്ല നേരത്തെ പറഞ്ഞത്. അതാണ് ഇപ്പം വീണ്ടും ക്വസ്റ്റബിൾ ആയിരിക്കണത്. സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലമാണിത്. എന്താണ്? ദിസ് ഈസ് മൈ ബിലവഡ് സൺ എന്ന് പറഞ്ഞില്ല. ആര് പറഞ്ഞു? പരമപിതാവ് പറഞ്ഞു. അപ്പോൾ അത് സ്റ്റാറ്റസ് ബ്രാൻഡഡായി. എന്നിട്ട് സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിഞ്ഞാൽ ഉടനെ കാലാവസ്ഥ ഭേദം ഉണ്ടാവും. ദൈവത്തിൽ എനിക്കും ഉണ്ടാവും, നിനക്കും ഉണ്ടാവും. നിൻ്റെ സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് അങ്ങനെ നിൽക്കത്തില്ല. ആ സ്റ്റാറ്റസിൻ്റെ വാല്യൂ എന്താ, പ്രൈസ് തായി. ഞാൻ ആര്യങ്കാവ് മലങ്കര ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2019 മെയ് മാസം 10 ഉടമ്പടി എടുത്തു. എൻ്റെ ഭർത്താവിന് തൊണ്ടയിൽ ക്യാൻസറായിരുന്നു. അന്നേരം തൊണ്ട ഓപ്പറേഷൻ ചെയ്ത് ട്യൂബൊക്കെ ഇട്ടിട്ട് അത് പിന്നീട് പുള്ളിക്ക് സംസാരിക്കാനോ ഒന്നും സാധിക്കാതെ വന്നു. 1 വർഷം ഞങ്ങൾ ചികിത്സയിൽ 18-ലായിരുന്നു ഈ ഓപ്പറേഷൻ നടന്നത്. പക്ഷേങ്കിൽ 19-ലാണ് ഞാനിവിടെ വരുന്നത്. വന്ന് ഇങ്ങനെ ഉടമ്പടി എടുത്തു. 3 മാസം ഞാൻ കൃത്യമായിട്ട് വരികയും പത്രം മേടിച്ച് വിതരണം ചെയ്യുകയും ചെയ്തു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുകയും, പുള്ളിയാണെങ്കിലും സംസാരിക്കാൻ കഴിയത്തില്ലെങ്കിലും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. വെഞ്ചരിച്ച ഇതെടുത്ത് തൊണ്ടയിൽ പുരട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പരിശോധിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നും ഇല്ലല്ലോ, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു. പരിശോധിച്ചിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ ഹോള് അവർ ആ ട്യൂബ് എടുത്ത് മാറ്റുകയും പൂർണ്ണമായി സ്ഥിതിയിലാക്കി തരികയും ചെയ്തു. അതിന് എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി, യേശുവിന് നന്ദി പറയുന്നു. സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നു. ഇത് ഈ ഹോൾ അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ പേര് പ്രീത.
ഞാൻ എറണാകുളം ജില്ലയിൽ കൂത്താട്ടോളം മാറിയെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പം എനിക്ക് ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. എനിക്ക് വയറിൽ വേദനയായിരുന്നു. എല്ലാ മാസവും പീരീഡിൻ്റെ സമയത്ത് അതിശക്തമായ വേദന കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് ഞാൻ കൂത്താട്ടം ദേവമാതാ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യേണ്ടി വന്നു. ചെയ്ത് നോക്കിയപ്പം ഓവറിക്കകത്തും യൂട്രസിലൊക്കെ മുഴയുണ്ട്, പെട്ടെന്ന് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ എൻ്റെ ബ്ലഡും പരിശോധിച്ചു. അതിൻ്റെ അകത്ത് ഇത് കൂടുതലാണ്, ക്യാൻസർ സെല്ലിൻ്റെ ഒക്കെ ഇത് കൂടുതലാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് കാരിത്താസിൽ ചെയ്യാമെന്ന്, അവിടുത്തെ റിസൾട്ടുമായിട്ട് കാരിത്താസ് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് പോയി അവിടെ ചെന്ന് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് പോയാണ്. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ വീടിന് അടുത്തുള്ള ലിസ് ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഒക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എനിക്ക് പറഞ്ഞു, ഞാൻ ഇത് തൈലം തന്നു, ഉപ്പ്, പിന്നെ തേന്, അങ്ങനെ 3 കൂട്ടം തന്നു. അത് പ്രാർത്ഥനയോട് കൂടി അത് ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാൻ എന്തായാലും അത് പ്രാർത്ഥനയോട് കൂടി ഉപയോഗിച്ചു. അതിനുശേഷം ഞാൻ അവിടെ കാരിത്താസിൽ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, എന്തായാലും അതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെങ്കിൽ നമുക്കൊന്ന് CT എടുക്കാമെന്ന് പറഞ്ഞു. CT സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. CT സ്കാൻ ചെയ്യേണ്ടി വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ CT സ്കാനിൻ്റെ റിസൾട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവർ റിസൾട്ട് കൊടുക്കുമ്പോൾ ഡോക്ടറോട് പറഞ്ഞെന്ന് പറഞ്ഞു, ഇതിനകത്തൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതെന്താണെന്ന് നോക്കട്ടെ, ഞാൻ തന്നെ ഒന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നെ അവിടുത്തെ സ്കാനിങ് ഡോക്ടർ തന്നെ കൊണ്ട് എന്നെ സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് ആ മുഴ കാണാതെ വന്നു എന്തായാലും. അപ്പം സാറ് ചോദിച്ചത് എന്താ ഇതിനകത്ത് ഇങ്ങനെ അത്ഭുതം സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെന്ന് പറയാം, ഇങ്ങനെ ഒരു വിശ്വാസം പ്രാർത്ഥനയൊക്കെ എന്നെ ഒത്തിരി കണ്ണീരുള്ള പ്രാർത്ഥനയും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും ദൈവം അനുഗ്രഹിച്ചു ഇങ്ങനെ ഒരു മാറ്റം എന്നിൽ വന്നു എന്നാണ്. അങ്ങനെ ഓപ്പറേഷൻ അവിടെ വേണ്ടാന്ന് പറഞ്ഞു. ഡേറ്റ് നിശ്ചയിച്ചിട്ട് ഓപ്പറേഷൻ എനിക്ക് ഒഴിവാക്കി തന്നു. അങ്ങനെ ഒരു മാതാവിനോടും എല്ലാം നന്ദി പറയുന്നു. എൻ്റെ പേര് മറിയാമ്മ മാർട്ടിൻ. ഞാൻ അർത്തുങ്കൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഞാൻ കെട്ടി വന്നിട്ട് 22 വർഷമായി. അവർ 10 മക്കളാണ്, 5 ആണും 5 പെണ്ണും. പെണ്ണുങ്ങളിൽ 4 പേരെ കെട്ടിച്ചു. മൂത്ത ആൾ ഞങ്ങളുടെ കൂടെയായിരുന്നു. പിന്നെ 4 ചേട്ടന്മാർ മാറി താമസിച്ചു. ഒരാൾ ഞങ്ങളുടെ 10 സെൻറ്റ് സ്ഥലത്തിൽ 3 സെൻറ്റ് സ്ഥലത്ത് ഷെഡ് വെച്ചു. അപ്പോൾ അവിടെ മൂത്ത പെങ്ങൾ ഭയങ്കര പ്രശ്നത്തിലൊക്കെ ആയിരുന്നു. പുള്ളി ഒന്നും സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ ആർക്കും കൊടുക്കാണ്ടൊക്കെ ഇരുന്നു. അവസാനം അവർ വേറെ സ്ഥലം മേടിച്ചു. ചേട്ടനൊക്കെ 3 സെൻറ്റ് സ്ഥലം വേറെ മേടിച്ചു. അവിടെ വീട് വെക്കാനായിട്ട് എല്ലാ അപേക്ഷകളും കൊടുത്ത് അതിന് സാങ്ഷൻ വന്നപ്പം തോടുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അവിടെ വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിരാശപ്പെട്ടു. അപ്പോൾ അവർ പഞ്ചായത്തിൽ നിന്ന് ആൾ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലത്തിൽ നിന്നും 3 സെൻറ്റ് സ്ഥലം അളന്ന് കിട്ടിയാൽ അവിടെ ഷെഡ് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടത്തി വന്ന് എല്ലാ പെങ്ങാന്മാരുടെ അടുത്തും ചേട്ടന്മാരുടെ അടുത്തും നടന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഉടമ്പടിയിലല്ല, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു ആരാധന നടക്കുന്ന സമയത്ത്. അതായത് 2019 ഞാൻ ഉടമ്പടി ആദ്യം എടുത്തത്. അത് കഴിഞ്ഞാണ് ഞാൻ വീടിന് വേണ്ടി ഞാൻ വെക്കുമായിരുന്നു. എനിക്കൊരു വീട് പേരിൽ എഴുതി കിട്ടാൻ വേണ്ടി ഞാൻ പറയുമായിരുന്നു. മാതാവിനോട് ഞാൻ പറഞ്ഞു, 1 വർഷമാകുമ്പോഴും ഈ ഫെബ്രുവരി 28-ാം തീയതി വരെ എനിക്കൊരു വർഷമാകും. അതിനുള്ളിൽ എനിക്ക് 25-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ 26-ാം തീയതി ദിവസം ഉണ്ടെങ്കിൽ എനിക്കിതിനൊരു മറുപടി തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി 25-ാം തീയതി ആയപ്പം ചേർത്തി വന്നിട്ടും പറഞ്ഞു, ഞങ്ങളുടെ വീടിൻ്റെ സാങ്ഷൻ പോയി, പിന്നെ 10 സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾക്ക് വെക്കാമെന്ന് അനുവാദം കിട്ടി. ദൈവമാതാവിൻ്റെ അനുഗ്രഹം അതുമൂലം ചേർത്തി തന്നെ എല്ലാം ചെയ്തു. ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾക്ക് എല്ലാം ശരിയായി തന്നു. ഞങ്ങളും പൈസ കൊടുത്തു. അവർക്ക് 3 സെൻറ്റ് സ്ഥലവും കൊടുത്തു. ഞങ്ങൾക്ക് 7 സെൻറ്റ് സ്ഥലവും കിട്ടി. അതിനിടയ്ക്ക് ഇവിടെ സാക്ഷ്യം വരാൻ വന്നപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, കോവിഡായിപ്പോയി. പിന്നെ ഇടയ്ക്ക് ഞാൻ വന്നു, ഇവിടെ ഒന്ന് പുതുക്കി. അപ്പോൾ സാക്ഷി എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു, വൈകിപ്പോയി. പിന്നെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കോവിഡായപ്പോൾ അടച്ചിട്ടിരുന്നു. അങ്ങനെ ഞാൻ പോയി. പെങ്ങൾ മരിച്ചു. മരിച്ച് 1 വർഷമായില്ല. നമ്മുടെ അലക്സാണ്ടർ അച്ഛൻ അർത്തിങ്കലിരിക്കുമ്പോഴാണ് പെങ്ങൾക്ക് ഒടുക്കത്തെ പ്രശ്വ കൊടുത്തു. പിറ്റേ ദിവസം മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടത്തി തന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനക്കോടി നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ഗ്രേസി ആൻ്റണി. ഞാൻ തുറവൂരിൽ നിന്ന് വരുന്നു. എനിക്ക് എൻ്റെ അപ്പൻ്റെ പേരിൽ 75 സെൻറ്റ് നിലം ഉണ്ടായിരുന്നു. അത് 30 വർഷത്തോളമായി കിട്ടാതെ, അതിൻ്റെ പട്ടയം കിട്ടാതെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ കയറി ഇറങ്ങി ഒരുപാട് കഷ്ടപ്പെട്ട് വേദന സഹിച്ച് നടക്കുകയായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള 7 സെൻറ്റ് സ്ഥലം ഒരു വ്യക്തി എടുക്കുകയും
അങ്ങേര് ഈ പട്ടയമില്ലാതെ കിടന്ന ഈ നിലം പുള്ളി വാങ്ങുകയും ചെയ്തു ഞങ്ങളോട്. ഞങ്ങൾക്ക് പട്ടയം കിട്ടുമ്പോൾ തന്നാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എടുക്കുകയും ഞാൻ എടുത്തിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ 19 പട്ടയത്തിന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 20 ജൂൺ മാസത്തിൽ എനിക്ക് പട്ടയം കിട്ടുകയും ആ പട്ടയം ഞാൻ ആ വ്യക്തിക്ക് കൊടുത്ത് എൻ്റെ കാര്യങ്ങൾ നീക്കുകയും ചെയ്തു. ഈ അനുഗ്രഹത്തിന് ഈശോയോടും അമ്മയോടും തിരുക്കുമാനോടും കോടാനുകോടി നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ മകന് ഒരു ജോലി ലഭിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തിൽ തന്ന നിരവധിയായ നന്മകൾ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. എൻ്റെ പേര് അഞ്ജലി. ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. 2018 ഉടമ്പടി എടുത്തത് ഞാൻ പഠിക്കുമ്പോഴത്തേക്കിനും സെക്കൻഡ് ഇയർ ഫെയിലായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നീട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എക്സാമൊക്കെ നല്ല ടഫായിരുന്നു. അപ്പോൾ പാസ്സാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മാതാവ് എന്നെ പാസ്സാക്കി. പിന്നെ വേറൊരു കാര്യം, ചേട്ടന് ജോലി ഇല്ലാഞ്ഞിട്ട് 4 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴത്തേക്കിനും ചേട്ടനും നല്ലൊരു ജോലി കിട്ടി. പിന്നെ കുറച്ച് നാളായി എവിടെയാണ് ജോലി കിട്ടിയത്? റെയിൽവേയിൽ ജോലി കിട്ടി. പിന്നെ കുറച്ച് നാളായിട്ട് എനിക്ക് വിറവലുണ്ടായിരുന്നു കൈക്ക്. അപ്പോൾ അതൊക്കെ നല്ലപോലെ മാതാവ് എന്നെ സുഖപ്പെടുത്തി തന്നു. തൈലം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാതാവ് എന്നെ സുഖപ്പെടുത്തി. ഇതിനൊക്കെ മാതാവിനോടും ഈശോനോടും ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 2020 ഫെബ്രുവരിയിലാണ് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് 33 വർഷമായിട്ട് പൈൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ വിദേശത്താണ് ജോലി ചെയ്യുന്നത്, സൗദിയിലാണ്. അമ്മയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടുത്തെ തൈലം വേറൊരാളുടെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നു. അപ്പോൾ അമ്മ അത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൈൽസ് മാറിക്കിട്ടി. എത്ര വർഷമായിട്ടാണ്? 33 വർഷമായിട്ട് അമ്മയ്ക്കുണ്ടായിരുന്ന പൈൽസ് രോഗം മാറിക്കിട്ടി. അതിനുശേഷം അമ്മയ്ക്ക് കോവിഡ് വന്നു. അപ്പോൾ അതും പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. പിന്നീട് എൻ്റെ മകൾക്ക്, എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ഒരു കിഡ്നിക്ക് വലിപ്പം കൂടുതലായിരുന്നു. അപ്പോൾ അവൾക്ക് 2019 നവംബറിലാണ് അവളെ പ്രസവിച്ചത്. അപ്പോൾ ഡിസംബർ ആയപ്പോഴും അവൾക്ക് ചെറിയൊരു യൂറിൻ ഇൻഫെക്ഷനൊക്കെ വന്ന് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ അവൾക്ക് ഒരു കിഡ്നിക്ക് വലിപ്പം കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും സ്കാൻ ചെയ്യണം, തിരുവനന്തപുരം SIT പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ ഉടമ്പടി എടുക്കാമെന്ന് നേർന്നു. അതിന് ഫലമായിട്ട് ഞങ്ങൾ SIT പോയി അവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കണ്ട, വീണ്ടും ഒരു സ്കാൻ കൂടി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ അത് കിഡ്നി നോർമലായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ കൊറോണ കാരണം ഇങ്ങോട്ടൊന്നും വരാൻ സാധിച്ചില്ല. പിന്നെ ഇപ്പോൾ ഈ 2022 വന്ന് ഞങ്ങൾ വീണ്ടും ഉടമ്പടി പുതുക്കിയത്. അത് കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങളിവിടെ ഉടമ്പടിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ജോലി ശരിയായി, സൗദിയിലേക്ക് പോകുന്നതിനാണ്. മെയ് 15 എനിക്ക് പോകേണ്ടത്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ വന്നിരുന്നു. ഞങ്ങൾ ഇതുവഴി പോയപ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ട് പോയിരുന്നു. അതിനുശേഷം വീട്ടിൽ ചെന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയായിരുന്നു. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടായി. അങ്ങനെ ഞാൻ തന്നെ സ്വയം ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ഉള്ളിലൊരു മുഴയുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും. ഞാനത് ആരോടും പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡിനോട് ആരോടും പറഞ്ഞില്ല. എൻ്റെ അമ്മ മാതാവിൻ്റെ മുമ്പിൽ മാത്രം കരഞ്ഞ് കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ജോലിയുടെ ആവശ്യങ്ങൾക്ക് പോകണം. എൻ്റെ മക്കളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളാണ്, അവരെ വളർത്തണം. ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ എനിക്ക് ചിലപ്പോൾ ഓപ്പറേഷനോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വേണ്ടി വരുമല്ലോ എന്നൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് മാതാവിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഇവിടുത്തെ വെഞ്ചരിച്ച തൈലം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ഒരു ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ടും ഒക്കെ പൂർണ്ണമായും എനിക്ക് മാറിക്കിട്ടി. പിന്നെ അതിൻ്റെ ഒരു തളർച്ച ക്ഷീണമോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നീട് കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നതിന് ഇവിടെ ഉടമ്പടിയൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടി. എല്ലാ ദിവസവും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചൊല്ലുവാനും സാധിക്കുന്നുണ്ട്. മുട്ടുകുത്തി ജപമാല ചൊല്ലുവാനും എനിക്ക് മടിയായിരുന്നു. അപ്പോൾ അതും മാറിക്കിട്ടി. എല്ലാ ദിവസവും മുട്ടുകുത്തി തന്നെ ജപമാല ചൊല്ലുവാൻ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. പിന്നീട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ മൂത്ത മകന് സംസാരിക്കുമ്പോൾ അവന് നല്ലപോലെ അക്ഷരങ്ങളൊന്നും സ്ഫുടമായിട്ട് വരില്ലായിരുന്നു. അപ്പോൾ അമ്മ മാതാവിനോട് ഞാനത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവനിപ്പോൾ അതിലൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിക്ക് അവളുടെ കുഞ്ഞിനും ഒരു വിക്കലുണ്ടായിരുന്നു. അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിൻ്റെ ഫലമായിട്ട് അവൾക്കിപ്പോൾ പൂർണ്ണമായിട്ടും ആ വിക്കൽ മാറി കിട്ടിയിട്ടുണ്ട്.
എൻ്റെ പേര് ആലീസ് പൗലോസ്. ഞാൻ എറണാകുളം ജില്ല ചെറായിൽ നിന്ന് വരുന്നു. ഞാൻ മാർച്ച് 17 2021 ഇവിടെ വന്നുകൊണ്ട് ഉടമ്പടി എടുത്തു. ഞാൻ 18 കൊല്ലമായിട്ട് എൻ്റെ ഭയങ്കര കാലുവേദനയായിരുന്നു, കാൽമുട്ട് തേയ്മാനം മൂലം. പക്ഷേ ഇനി ഇവിടെ വന്ന് പിറ്റേ ദിവസം തന്നെ എനിക്ക് മരുന്നില്ലാതെ ഈ നിമിഷം വരെ നടക്കുവാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മുട്ടുകുത്തുവാനും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥന ചെല്ലുമായിരുന്നു. അങ്ങനെ തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചു. പിന്നെ എനിക്കുണ്ടായത് വലിയൊരു അപകടമുണ്ടായിരുന്നു. ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ മുൻപിൽ ഞാൻ കമന്നടിച്ച് വീണു. ആ നിമിഷം വേറൊരു വാഹനങ്ങളൊന്നും വന്നില്ല. അമ്മയുടെ കാശുരൂപവും കൊന്തയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് നേരിയൊരു പോറൽ മാത്രം എൻ്റെ കൈക്കുണ്ടായിരുന്നുള്ളൂ. അത് വീട്ടിൽ വന്ന് ഉടമ്പടി തൈലം പുരട്ടി അതും എനിക്ക് സൗഖ്യപ്പെട്ട് കിട്ടി. പിന്നെ എനിക്ക് പോക്കുവരവ് നടത്തുവാനായിട്ട് ഒരുപാട് നാളുകൊണ്ട് ഞാൻ നടക്കുന്നത്, പക്ഷേ എനിക്ക് നടന്നിരുന്നില്ല. 4 കൊല്ലമായിട്ട് ഞാൻ നടക്കുകയാണ് പോക്കുവരവിന് വേണ്ടി. പക്ഷേ അത് തടസ്സം മൂലം ഞാൻ പോകാതിരുന്നു. ഇവിടെ വന്നിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം വീണ്ടും നാത്തും ചെന്നുകൊണ്ട് കൊടുത്തു. എനിക്ക് നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട്. പക്ഷേ അവിടെ ചെന്നുകൊണ്ട് ഫോൺ വിളി മാത്രമേ നടന്നിട്ടുള്ളൂ, ഞാൻ ചെന്നിട്ടില്ല. പക്ഷേ താലൂക്കിലും വില്ലേജിലും ഫോൺ ചെയ്ത് പറഞ്ഞ് എനിക്ക് ആ പോക്കുവരവ് എത്രയും വേഗം എനിക്ക് അവർ നടത്തി തന്നു. ഇത്രയും വലിയ ഉപകാരം ചെയ്ത മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഇവിടെ തിരുസന്നിധിയിൽ വന്ന് നിൽക്കാൻ യോഗ്യത എനിക്കില്ല, എങ്കിലും തമ്പുരാൻ എന്നോട് കരുണ കാണിക്കണമെന്ന് ഞാൻ. പേര് വിജി സാബു. എൻ്റെ പേര് വിജി സാബു. ഇരുമ്പനം നിർമ്മലാംബിക ചർച്ച്, തൃപ്പൂണിത്തറ. മെയ് 2019 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ ഭർത്താവിന് 1 വർഷത്തിന് മേലുണ്ടായിരുന്ന ഷുഗർ മൂലം കാല് പഴുത്ത് വ്രണമായിട്ടിരുന്നത്. ഉടമ്പടിത്ത മൂലം അച്ഛനെ കണ്ട് അച്ഛൻ പറഞ്ഞു, അച്ഛന് തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് പൂർണ്ണമായും കരിഞ്ഞുണങ്ങി തന്നു. എന്തുമാത്രം ഉണ്ടായിരുന്നു ആ മുറിവ് എന്തുമാത്രം ഉണ്ടായിരുന്നു? ഒരു വിരലിട്ടാൽ ഡോക്ടർ വിരലിട്ടിട്ട് നല്ലോണം നല്ല ആഴത്തിലുള്ള മുറിവായിരുന്നു. ഈ മകൾക്ക് എനിക്ക് ഒരു 20 വർഷത്തിന് മേൽ പഴക്കമുണ്ടായിരുന്ന ശ്വാസമുട്ടൽ ഉടമ്പടി എടുത്തത് പോലെ പൂർണ്ണമായും ഇന്ന് വരെ എനിക്ക് അസുഖം വന്നിട്ടില്ല. ഇതുകൂടാതെ എൻ്റെ മകൾക്ക് ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു. അതുപോലെ ഞങ്ങൾക്ക് ഒരു കട തുടങ്ങാനുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ കൃപാസനത്തിൽ വിളിച്ച് പറഞ്ഞു. അതിൻ്റെ ഫലമായി ഈ മെയ് 7 കഴിഞ്ഞ വർഷം മെയ് 7 കട തുടങ്ങാനുള്ള അനുഗ്രഹം അമ്മ തന്നു. ഞങ്ങൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ മാപ്പ് പറയുന്നു. അമ്മയ്ക്കും കൃപാസമാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ഗ്രേസി ജോസഫ്. ഞാൻ പൊള്ളേത്തയിൽ നിന്ന് വരുന്നു. ഞാൻ 18 ഉടമ്പടി എടുത്തത്. എനിക്ക് 8 വർഷത്തിന് മുമ്പ് നടുവിന് ഭയങ്കര വേദനയായിരുന്നു. വേദന ആയിട്ട് ഞാൻ കുറേ മരുന്നൊക്കെ പുരട്ടിയെങ്കിലും ഒന്നും മാറിയില്ല. ഞാൻ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ എന്നോട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 കിഡ്നിയിൽ ഒരെണ്ണം കാണുവാനില്ല, 1 കിഡ്നി മാത്രമേ ഉള്ളൂ, അത് ചെറിയ തോതിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. വീണ്ടും എന്നോട് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് പരിശോധിക്കാൻ കൊടുത്തപ്പോൾ ഞാൻ മാതാവിനെ വിളിച്ച് എപ്പോഴും നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ബ്ലഡിൽ എനിക്ക് അപ്പോഴും 1 കിഡ്നി മാത്രമേ ഉള്ളൂ, പക്ഷേ അത് കുഴപ്പമില്ല, അത് നല്ലപോലെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് ഈ 8 വർഷത്തിനുള്ളിൽ ഞാൻ ഡോക്ടറെ കാണാൻ പോകാനോ ഒന്നും പറ്റില്ല. ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം എനിക്ക് വീണ്ടും നടുവിന് വേദന വന്നു. വേദനയായിട്ട് എനിക്ക് 1 കപ്പ് വെള്ളം പോലും കുനിഞ്ഞെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഞാൻ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെയായി. ഞാൻ വീണ്ടും ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് തനിക്ക് ആ സ്കാൻ ചെയ്ത റിസൾട്ടുമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. റിസൾട്ടുമായിട്ട് ചെന്നപ്പോൾ ഡോക്ടർ ഇത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞ് ഇത് എക്സ്റേ എടുക്കണം, തനിക്ക് ഒരു മരുന്നും ഇപ്പോൾ തരാൻ പറ്റില്ല, പോയി എക്സ്റേ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ എനിക്ക് മൂത്രത്തിൽ കല്ലാണ് കിഡ്നിയിൽ. അങ്ങനെ ഞാൻ ഡോക്ടർ പറഞ്ഞ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തനിക്ക് ഒരു കാര്യം ചെയ്യ്, കിഡ്നിയുടെ ഡോക്ടറെ കാണാൻ പറഞ്ഞു. ഞാൻ വീണ്ടും കിഡ്നിയുടെ ഡോക്ടറെ കാണാൻ പോയി ഡേറ്റ് കൊടുത്ത് കിഡ്നി ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ എൻ്റെ അടുക്കെ പറഞ്ഞ് ഇത് സ്കാൻ ചെയ്യണം, അല്ലാതെ തനിക്ക് ഒരു മരുന്നും തരാൻ പറ്റിയല്ല, വേറെ മരുന്നൊന്നും തനിക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് മരുന്നൊന്നും തരാൻ പറ്റിയല്ല, ഈ വേദന എന്തെങ്കിലും ഓയിൽമെൻറ്റോ എന്തെങ്കിലും പുരട്ടി
കുറച്ച് ദിവസം നിൽക്കുക, എന്നിട്ട് സ്കാൻ ചെയ്തിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്യാൻ അടുത്ത ആഴ്ചയിലേക്ക് എനിക്ക് സ്കാൻ ചെയ്യാനായിട്ടുള്ള തീയതി ഇട്ട് തന്ന് ഞാൻ സ്കാൻ ചെയ്യാൻ CT സ്കാൻ ചെയ്യാനായിട്ട് പോകുന്ന രാവിലെ തന്നെ ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ഞാൻ എൻ്റെ അമ്മ പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ സ്കാൻ ചെയ്യാൻ പോയാണ്, സഞ്ചരിക്കുന്ന എൻ്റെ അമ്മ മാതാവാണ്, എൻ്റെ കൂടെ വന്നുകൊണ്ട് എനിക്ക് എന്താണ് ചെയ്തു തരേണ്ടത് അത് അവിടുന്ന് എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞ് ഞാൻ വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ ഞാൻ 33 വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അത് സ്കാൻ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. ഞാൻ അകത്ത് എന്നെ ജോട്ട് വിളിച്ചു. ഞാൻ അകത്ത് കയറിയപ്പോൾ ജോട്ട് പറഞ്ഞ് കിടന്നോളാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ അവിടെ അപ്പം ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ കയ്യിൽ ഈ ജപമാലയിൽ ഞാൻ എൻ്റെ ഉടമ്പടി കാശുര ഞാൻ ഈ നൂല് കൊണ്ട് കെട്ടിയിട്ടിട്ട് ഇത് വലത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവിടെ കിടന്നത്. അപ്പോഴെല്ലാം ഞാനിങ്ങനെ ഇത് നിരന്തരമായിട്ട് ചൊല്ലിക്കൊണ്ടേ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ കൂടെ അമ്മ ഉണ്ടാകണമേ, സഞ്ചരിക്കുന്ന എൻ്റെ അമ്മ മാതാവേ, ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ അമ്മയുടെ ഇഷ്ടം എന്താണോ അത് മാത്രം എന്നിൽ കൂടി നിറവേറ്റി തരണമേ. എന്നിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, അങ്ങയിൽ ഞാൻ ശരണം വെക്കുന്നു. അപ്പോൾ ഫിലിപ്പിൽ 4 ഞാൻ എന്നും ആ വചനം വായിക്കുമ്പോൾ അത് നിരന്തരം വായിക്കും. നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുവിൻ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും, കർത്താവ് നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു. ഈ വചനം ഞാൻ നിരന്തരം എപ്പോഴും വായിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്ത് പിറ്റേ ദിവസം റിസൾട്ടിന് ചെന്നപ്പോൾ റിസൾട്ടിൽ എനിക്ക് 8 വർഷത്തിനു മുമ്പ് കാണാതിരുന്ന കിഡ്നി 2 പക്ഷേ 1 ചുരുങ്ങിയിരിക്കുകയാണ്. എന്നാലും 2 എനിക്ക് നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്, 1 ചുരുക്കലുണ്ട്. അങ്ങനെ അമ്മ മാതാവ് എനിക്ക് ചെയ്തു തന്ന ഈ വലിയ കൃപയോർത്ത് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോളി മാത്യു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. കൃപാസനത്തിൽ ഞാൻ 2020 നവംബർ 9 ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് 2022 ഫെബ്രുവരി 26 അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തായിരുന്നു. ആദ്യം 2020 ഒരു ജനുവരി മാസത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ ഇവിടെ വരികയും എനിക്ക് ഉടമ്പടി എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഉടമ്പടി തെറ്റിച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് കേട്ടത് കാരണം ഉടമ്പടി എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. എങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ ചൊവ്വാഴ്ചത്തെ ഒരു ദിവസത്തെ ധ്യാനം കൂടാൻ വന്നു. ധ്യാനം കൂടി ഇവിടെ നിന്ന് ഒരു കുപ്പി ഉപ്പും മാതാവിൻ്റെ ഒരു രൂപവും മേടിച്ചുകൊണ്ടാണ് പോയത്. അത് ഞങ്ങളുടെ വീട് 35 വർഷം പഴക്കം ചെന്ന ഒരു വീടായിരുന്നു. ഒത്തിരി ഭിത്തിയെല്ലാം പൊട്ടി അവിടെ ഇവിടെയൊക്കെ വെള്ളം വീഴുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വീടിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഉപ്പ് ഞാൻ വീടിൻ്റെ ചുറ്റും വിതറുകയും മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്കൊരു നല്ല വീട് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ 2020 ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ വീട് പണിക്ക് വേണ്ടി എല്ലാം ഒരുക്കി വീട് പണി ആരംഭിച്ചു. പക്ഷേ അതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നു. കല്ലിട്ടു, കുറച്ച് നാൾ കഴിഞ്ഞ് വീട് തറ കെട്ടാൻ പറ്റി. അത് കഴിഞ്ഞ് വീണ്ടും തറ കെട്ടിയിട്ടും ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന് 2020 ആണ്ടിൽ തന്നെ നവംബർ 9 ഓൺലൈൻ ഉടമ്പടിയെപ്പറ്റി കേൾക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്ത് അധികം ദിവസം താമസിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് വീണ്ടും പെരപണി ആരംഭിക്കാൻ പറ്റി. അങ്ങനെ അന്ന് തൊട്ട് ഒരു ദിവസം പോലും പണിയില്ലാതെ കിടക്കുകയോ ഒരു ദിവസം പോലും ഞങ്ങൾക്ക് മുടക്കം വരികയോ ചെയ്യാതെ വീട് പണി പൂർത്തീകരിക്കാൻ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. ഇവിടുത്തെ ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് ഇവിടുന്ന് തിരിയും മറ്റ് ഇതൊന്നും കിട്ടിയില്ലായിരുന്നെങ്കിലും ഞാനൊരു തിരി എന്നും രാവിലെയും വൈകുന്നേരവും മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലുമ്പോഴും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയും കത്തിച്ച് വെച്ച് ചെല്ലുമായിരുന്നു. അത് കണക്ക് തന്നെ ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുൻപം തന്നെ ഞങ്ങൾക്ക് നല്ല വീട്, ഞങ്ങൾ ആഗ്രഹിച്ചതിൽ നല്ല ഒരു വീട് ഒരിക്കലും ഞങ്ങൾ ഓർത്തില്ല. ഞങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയത്തെല്ലാം മാതാവ് ആരെയെങ്കിലും ഞങ്ങൾക്ക് സഹായത്തിന് എത്തിച്ചു തരുമായിരുന്നു. അവിടെ പണിക്ക് വന്ന ഇലക്ട്രീഷ്യൻ കൊച്ചൻ വരെ ഞങ്ങൾക്ക് പൈസ കടം തന്ന് ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ മാതാവ് ഞങ്ങളെ പെരപണിയാൻ അനുഗ്രഹിച്ച് ഒരു വർഷം ആകുന്നതിന് മുന്നേ തന്നെ പെരപണി പൂർത്തീകരിച്ച് ഞങ്ങൾ കയറി താമസിച്ചു. ഒരു അറ്റകുറ്റപ്പണിയും കിടപ്പില്ല, മുഴുവൻ പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് കയറി താമസിക്കാൻ പറ്റി. അത് കണക്ക് തന്നെ എൻ്റെ മകൻ 2018 എൻജിനീയറിംഗ് പഠനവും പൂർത്തീകരിച്ച് കുറേ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ചെയ്ത് ജോലിക്ക് വേണ്ടി അവിടെ ഇവിടെ ഒരുപാട് അലഞ്ഞു. അവനൊന്നും ശരിയാകുന്നില്ലായിരുന്നു. അവനും ഒരുപാട് വിഷമിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത കൂടെ തന്നെ അവനെയും കൊണ്ടും ഉടമ്പടി എടുപ്പിച്ചു.
അവനെ എല്ലാ ദിവസവും വെളുപ്പിന് രാവിലെ എഴുന്നേക്കാൻ മടിയാണെങ്കിലും അവനെ ഞാൻ വിളിച്ചെഴുന്നേപ്പിച്ച് എൻ്റെ കൂടെ 5:30 പ്രാർത്ഥനയും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലിക്കുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി 62-ാം ദിവസം അവന് ഖത്തറിലെ ഷട്ട് ഡൗൺ വർക്കിനായിട്ട് 3 മാസത്തേക്ക് പോകാൻ സാധിച്ചു. അപ്പോൾ 2 വർഷം മുന്നേ തൊട്ടേ UK പോകാൻ അവൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. 3 പ്രാവശ്യം അത് റിജക്റ്റായി പോയായിരുന്നു. എങ്കിലും അവൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അതിന് പയ്യെ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നീങ്ങാൻ തുടങ്ങിയായിരുന്നു. അവൻ ഖത്തറിൽ പോയിട്ട് തിരിച്ച് 3 മാസത്തെ ഷട്ട് ഡൗൺ വർക്കും കഴിഞ്ഞ് തിരിച്ചു വന്നതിൻ്റെ പുറകെ അവന് UK പോകാൻ സാധിച്ചു. പക്ഷേ അവിടെ ചെന്നും അവന് ജോലിയൊന്നും ശരിയായില്ല. അവൻ അവിടെയും വിഷമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ 2022 ഫെബ്രുവരി 26-ാം തീയതി അമ്മ മാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ പുറകെ അവന് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങളുടെ അയൽവക്കത്തെ വീട്ടിലെ ഒരു കുഞ്ഞ് 3 വയസ്സായി. അവൾ വർത്താനം പറയത്തില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവൾ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലം അവളുടെ നെറ്റിയിൽ പൂശിയും നാവിൽ തൊട്ടും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ അവൾ വർത്താനം പറയാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ അവൾ നല്ല മിടുക്കിയായിട്ട് സംസാരിക്കുകയും അവൾക്ക് ഒരുപാട് അസ്വസ്ഥതകളുണ്ടായിരുന്നു, എപ്പോഴും കരച്ചിലും ബഹളവും. അതെല്ലാം മാറി അവൾ നേരെയായി. അത് കണക്കിന് എൻ്റെ മകള് ഡിഗ്രി 3rd ഇയർ ആയിരുന്നു. ഒരുപാട് ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു, എല്ലാം പരാജയപ്പെട്ടു പോയായിരുന്നു. അങ്ങനെ ഇരുന്ന് ഞാൻ 26-ാം തീയതി ഉടമ്പടി എടുത്തുകൊണ്ട് പോയതിൻ്റെ 2-ാം ദിവസം ഒരു കമ്പനിയുടെ ഇൻ്റർവ്യൂവും ടെസ്റ്റും നടന്നു. അപ്പോൾ അവൾ ആ ടെസ്റ്റിലും ഇൻ്റർവ്യൂവിലും പങ്കെടുക്കാൻ പോകുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞു, അമ്മേ ഇത് ഭയങ്കര പാടായിരിക്കും, പഴയതുപോലെ വെറുതെ സമയം കളയാന്നേ ഉള്ളൂ. എങ്കിലും ഞാൻ പറഞ്ഞു, മോൻ വിഷമിക്കണ്ട, മാതാവിൻ്റെ കാശുരൂപം മോൻ കൈ പിടിച്ചോ, തീരുന്നിടം വരെ മോൻ അത് കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചങ്ങ് എഴുതിയാൽ മതി. ആ അമ്മയുടെ എണ്ണയും ഇത് അവളുടെ നെറ്റിയിൽ പൂശി ഞാൻ അവളെ പരീക്ഷയ്ക്ക് ഇരുത്തി. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൾ ആ ടെസ്റ്റ് പാസ്സാവുകയും അവൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ഒരു കമ്പനിയിൽ ജോലി ശരിയാവുകയും ചെയ്തു. അങ്ങനെ ചെറുതും വലുതുമായി അമ്മയുടെ തൈലവും ഉപ്പും വഴി ഒരുപാട് അനുഗ്രഹങ്ങളും ഓരോ അസുഖങ്ങളും ഉണ്ടാകുമ്പോൾ അമ്മയുടെ ഉപ്പും എണ്ണയും ഉപയോഗിക്കുകയും ചെയ്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവിൽ നിന്ന് ലഭിച്ചു. എല്ലാത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.